ഇന്നലെ ഞങ്ങൾ അൽ ജസീറയിലെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് അൽ ജസീറ ബലാക്കോട്ടിലെ ഈ വ്യോമാക്രമണം നടന്നു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയും ഇസ്ലാമാബാദിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ജാവ എന്ന സ്ഥലത്ത് പോയി അവരൊരു റിപ്പോർട്ട് തയ്യാറാക്കി പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങളും പല മാധ്യമങ്ങളും വാർത്ത നൽകി. എന്നാൽ ആ വാർത്തകൾക്ക് താഴെ വന്ന കമന്റുകളിൽ പറയുന്നത് പലരും പറയുന്നു രാജ്യദ്രോഹികളാണ്, ഈ രാജ്യത്തിൽ നിന്നും പുറത്തു പോകേണ്ടവരാണ് നിങ്ങളെന്ന്. ചിലർ പറയുന്നു പാകിസ്ഥാൻ മാധ്യമങ്ങളാണെന്ന്, ചിലർ പറയുന്നു ഇമ്രാൻഖാന് വേണ്ടി ഇവിടെ ജോലിയെടുക്കുകയാണ് എന്ന്. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത്? അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള അൽ ജസീറയെ നിങ്ങൾ പറഞ്ഞു അത് പാകിസ്ഥാന് അനുകൂലമായി റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു മാധ്യമമാണ് എന്നുള്ളത്. ഓക്കെ, മാറ്റിവെക്കാം. ഇതിന്റെ അൽ ജസീറയുടെ അണിയറ പ്രവർത്തകർ ഈ വാക്കുകൾ കേൾക്കാതിരിക്കട്ടെ. രണ്ടാമത്തെ വിഷയം, അൽ ജസീറയെ മാറ്റിവെച്ചാൽ റോയിട്ടേഴ്സിനെ നമുക്കെടുക്കാം. റോയിട്ടേഴ്സിനെ ഇവിടുത്തെ സംഘപരിവാറുകാർക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. എന്നാലും റോയിട്ടേഴ്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്, അതായത് ഇന്ത്യ വ്യോമാക്രമണം നടത്തി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വലിയ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. ആ സ്ഫോടനത്തിൽ നിരവധി മരങ്ങൾ തകർന്നു പോയിട്ടുണ്ട്, പാറക്കല്ലുകൾ തകർന്നു പോയിട്ടുണ്ട്, ചില വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ റോയിട്ടേഴ്സും വ്യക്തമാക്കുന്നത് ഒരു ഭീകരൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു നിരവധി ഭീകരർ അവിടെ കൊല്ലപ്പെട്ടു എന്ന്. പക്ഷേ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറയുന്നില്ല ഇത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത്. സർക്കാരും ഔദ്യോഗികമായിട്ട് ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ആരാണ്? 300 പേർ കൊല്ലപ്പെട്ടു, 1000 പേർ കൊല്ലപ്പെട്ടു, 2000 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ആരാണ്? അത് സംഘപരിവാർ തന്നെയാണ്. കപ്പട രാജ്യസ്നേഹം കാണിച്ച് രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ പല വ്യാജങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ രാജ്യത്ത് സൃഷ്ടിക്കുകയാണ് സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുള്ള പല സോഷ്യൽ മീഡിയ പേജുകളും പല സോഷ്യൽ മീഡിയയിലുള്ള ഗ്രൂപ്പുകളും. വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് സംഘപരിവാർ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കീഴിലുള്ള സോഷ്യൽ മീഡിയ വൃത്തങ്ങളാണ്. വളരെ എടുത്തു പറഞ്ഞാൽ അതീവ ഗൗരവമായി ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ പറയുന്നു എന്ന പേരിലാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ. അത് നാണക്കേടുണ്ടാക്കുന്നത് ഇന്ത്യ രാജ്യത്തിനാണ്. ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തിയത് കൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഇങ്ങനെയൊരു സംഭവം പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ടോ? അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു ചരിത്ര നേട്ടമായിരിക്കും രാജ്യത്തിന് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളായിട്ടുള്ള റോയിട്ടേഴ്സും അൽ ജസീറയും മറ്റുള്ള മുൻനിര മാധ്യമങ്ങളൊക്കെ ബലാക്കോട്ടിൽ പോകുകയും ഈ ജാവ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പരിശോധന നടത്തുകയും ചെയ്തു. ആ പരിശോധനയിൽ വ്യക്തമാക്കുന്നത് അവിടെയുള്ള ഒരു കർഷകനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ആ മാധ്യമങ്ങളുടെ റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ തെളിവുകൾ. അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ വിദേശകാര്യ മന്ത്രാലയം വളരെ വ്യക്തമായി പറയണം ഇത്ര പേർ കൊല്ലപ്പെട്ടു, അതിന് വ്യക്തമായ തെളിവ് രാജ്യത്തിന്റെ പക്കലിലുണ്ട് എന്നുള്ളത്. പക്ഷേ ഇതുവരെയായിട്ടും വിദേശകാര്യ മന്ത്രാലയമോ ദേശീയ സുരക്ഷാ സംവിധാനങ്ങളോ മുന്നോട്ട് വന്നിട്ടില്ല. അത് ചിലപ്പോൾ അവരുടെ കൈകളിൽ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ ഇതുവരെ മുന്നോട്ട് വരാത്തതിനെയാണ് ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുന്നത്. അത് ചിലപ്പോൾ രാജ്യത്തിനെതിരാവുകയില്ല, മറിച്ച് രാജ്യത്തിന്റെ കൈകളിലുള്ള തെളിവുകൾ സമർപ്പിച്ച് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ തല ഉയർത്തി നിൽക്കേണ്ടതുണ്ട്. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ തല ഉയർത്തി നിൽക്കുന്നു എന്നാണല്ലോ സംഘപരിവാറിന്റെ വാദവും. അതേ വാദത്തിന് മൂർച്ച കൂട്ടുന്ന രീതിയിലാണ് ഞങ്ങളും പറയുന്നത്. തെളിവുകൾ മുന്നിലേക്ക് വെക്കൂ. അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിലും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലും ഇന്ത്യ തല ഉയർത്തി നിൽക്കട്ടെ. അത് മോദിയാണെന്നുണ്ടെങ്കിൽ മോദിയും തല ഉയർത്തി നിൽക്കട്ടെ, യാതൊരു സംശയവുമില്ല. പക്ഷേ റോയിട്ടേഴ്സിന്റെയും അൽ ജസീറയുടെയും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു, നൂറിൻ ഷാ എന്ന 58 വയസ്സുകാരനെ ഉദ്ധരിച്ച് പറയുന്നു വ്യോമാക്രമണത്തിൽ ഒരു ഭീകരനും കൊല്ലപ്പെട്ടിട്ടില്ല, ഒരു ഭീകര താവളവും തകർന്നു പോയിട്ടില്ല. അങ്ങനെ മുറിവ് പറ്റിയ ആളുകളെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഭീകരവാദികളെയോ ആശുപത്രികളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എവിടെയെങ്കിലുമോ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെയുള്ള ഒരു വിവരവും പരിസരങ്ങളിൽ നിന്നോ
അന്വേഷണത്തിൽ നിന്നോ ലഭിക്കുന്നില്ല എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് സത്യം പറഞ്ഞാൽ വലിയ ഒരു സംഘപരിവാർ നുണ പൊളിഞ്ഞിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് രാജ്യത്തിന് വലിയ നേട്ടമുണ്ടാകും എന്ന് വിചാരിച്ച് വ്യാജമായി ചില കാര്യങ്ങൾ ചിത്രീകരിച്ച് അത് പ്രചരിപ്പിക്കുകയും അതാണ് സത്യമെന്ന് വരുത്തി തീർക്കുകയും ചെയ്ത ചിലർക്ക് കനത്ത രീതിയിലുള്ള മറുപടിയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിയത്. ഞങ്ങൾ ഈ വാർത്ത ഏകദേശം ഈ ബലാക്കോട്ടിലെ ഭീകരാക്രമണത്തിന് ശേഷം തന്നെ, അതായത് ഭീകര ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന താവളങ്ങളിലേക്ക് വ്യോമാക്രമണം നടത്തിയതിന് രാത്രി തന്നെ ഞങ്ങൾ ഈ സംശയങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം പല മാധ്യമങ്ങളും മുന്നോട്ട് വരാൻ തുടങ്ങി. ഒടുവിൽ അൽ ജസീറ തന്നെ നേരിട്ടിറങ്ങുകയും ചെയ്തു. അവർ വ്യക്തമാക്കി കാര്യങ്ങൾ മുന്നിലോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ പല അന്തർദേശീയ മാധ്യമങ്ങളും ആ സ്ഥലത്ത് പോയി പരിശോധിച്ചു, വ്യക്തമായ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. ഒരു കാര്യം വ്യക്തമാണ്, ഇനിയെങ്കിലും ഇന്ത്യയുടെ പക്കലിലുള്ള തെളിവുമായി വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ ദേശീയ സുരക്ഷാ സംവിധാനങ്ങളിൽ ആരെങ്കിലും ഈ വ്യക്തത വരുത്തുന്നതിന് മുന്നോട്ട് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തല ഉയർത്തി നിൽക്കാം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.